കൊച്ചിയുടെ നഗരഹൃദയത്തിൽ പനമ്പിള്ളി നഗറിലെ ഒരു ഫ്ളാറ്റിന്റെ 22ാം നിലയിൽ വിവേകും അനുപമയും ജീവിതം നയിക്കുകയായിരുന്നു. വിവേക് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നു. അനുപമ ഒരു ഫാഷൻ ഡിസൈനറാണ്. നഗരത്തിലെ ജീവിതം അവരെ ആഡംബരത്തിന്റെ അടിമകളാക്കി. അനുപമയുടെ ലോകം മുഴുവൻ ബ്രാൻഡഡ് വസ്ത്രങ്ങളും ഡിസൈനർ ഹാൻഡ്ബാഗുകളും തിളക്കമുള്ള ആഭരണങ്ങളുമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്റെ സുഹൃത്തുക്കളുടെ ജീവിതശൈലി കണ്ടറിഞ്ഞവരെപ്പോലെ ആകാനുള്ള അവളുടെ ആഗ്രഹം വിവേകിനെ പലപ്പോഴും അസ്വസ്ഥനാക്കി. ചെലവഴിക്കുന്ന പണം മുഴുവൻ ഒരു തുണിയുടെയും കല്ലിന്റെയും പിന്നാലെയാണെന്ന് വിവേക് പലപ്പോഴും മനസ്സിൽ പറഞ്ഞു. പണത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ തീർത്തും വ്യത്യസ്തമായിരുന്നു. ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് അനുപമയുടെ ഫോൺ ശബ്ദിച്ചു. തൃശൂരിലെ ഗ്രാമത്തിൽ നിന്ന് അച്ഛൻ ശ്രീധരൻ നായരായിരുന്നു വിളിച്ചത്. മരച്ചില്ലകൾക്ക് മുകളിൽ തല ചായ്ച്ചു നിൽക്കുന്ന ഒരു കൊച്ചു ഓടിട്ട വീട്ടിലൊറ്റയ്ക്കാണ് അദ്ദേഹം താമസിക്കുന്നത്. മോളെ, എനിക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിൽ അവശതയുടെ നേരിയ പിരിമുറുക്കമുണ്ടായിരുന്നു. ഇപ്പോൾ എഴുന്നേൽക്കാൻ പോലും വയ്യ, സഹായിക്കാൻ ആരുമില്ല. ഫോൺ കട്ട് ചെയ്ത ശേഷം അനുപമയുടെ മുഖം വാടി. നമ്മുടെ അച്ഛൻ ഒറ്റയ്ക്കാണല്ലോ, അവൾ വിവേകിനോട് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തെ ഇവിടെ കൊച്ചിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. വിവേകിന്റെ മുഖം പെട്ടെന്നിരുണ്ടു. കൊച്ചിയിലേക്കോ? എന്തിനാണ്? അയാൾ ചോദിച്ചു. ഇവിടുത്തെ കാലാവസ്ഥ അദ്ദേഹത്തിന് ചേരില്ല. ഗ്രാമത്തിലെ ശുദ്ധമായ അന്തരീക്ഷമാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ലത്. വിവേക് യാതൊരു ഭാവമാറ്റവുമില്ലാതെ പറഞ്ഞു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത് ചെലവേറിയ കാര്യമാണെന്ന ചിന്തയായിരുന്നു വിവേകിനെ നയിച്ചത്. അനുപമ ആ സത്യം മനസ്സിലാക്കിയില്ല. ശ്രീധരൻ നായരുടെ ദുരിതാവസ്ഥ അനുപമയെ വല്ലാതെ വിഷമിപ്പിച്ചു. അവളുടെ മൗനവും ആധിയും അയൽക്കാരായ രാധികയും രാജേഷും ശ്രദ്ധിച്ചു. രാധിക ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. രാജേഷ് ഒരു സാധാരണ ബാങ്ക് ജീവനക്കാരനും. അവരുടെ മനസ്സ് എപ്പോഴും മറ്റുള്ളവരുടെ ദുരിതത്തിൽ അലിഞ്ഞുചേർന്നു. എന്താ അനുപമ, എന്തോ വിഷമമുണ്ടല്ലോ എന്ന് രാധിക ചോദിച്ചു. അനുപമ എല്ലാം തുറന്നു പറഞ്ഞു. അച്ഛനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരാനുള്ള ആഗ്രഹം, വിവേകിന്റെ എതിർത്തന്റെ നിസ്സഹായത, എല്ലാം അവൾ പറഞ്ഞു. രാധികയും രാജേഷും അത്ഭുതത്തോടെ അവളെ നോക്കി. അവർക്ക് അവളുടെ ആഡംബര ജീവിതത്തിൽ അസൂയ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ നിമിഷം അവരുടെ മനസ്സിൽ ഒരുതരം സഹതാപവും ദേഷ്യവും ഒരുമിച്ചു വന്നു. വിവേക് എന്തു പറഞ്ഞാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അച്ഛനെ ആശുപത്രിയിലെത്തിക്കണം, രാജേഷ് പറഞ്ഞു. അങ്ങോട്ട് പോയാൽ മാത്രമേ അദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അവർ പിറ്റേ ദിവസം തന്നെ തൃശൂരിലേക്ക് യാത്ര തുടങ്ങി. ശ്രീധരൻ നായരുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ അവശനായി കട്ടിലിൽ കിടക്കുന്ന അദ്ദേഹത്തെയാണ് അവർ കണ്ടത്. ഒരു നിമിഷം പോലും വൈകാതെ രാജേഷും രാധികയും ചേർന്ന് അദ്ദേഹത്തെ തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. അപ്പോഴാണ് ഒരു അഭിഭാഷകൻ അവരെ തേടി എത്തിയത്. 5 വർഷമായി കോടതിയിൽ കേസ് നടക്കുകയായിരുന്ന അങ്ങയുടെ വസ്തുവിന്റെ വിധി അങ്ങയ്ക്ക് അനുകൂലമാണ്. അത് ഇപ്പോൾ 1 കോടി രൂപ വിലമതിക്കും, അഭിഭാഷകൻ പറഞ്ഞു. ആ സന്തോഷവാർത്ത കേട്ട് ശ്രീധരൻ നായർ അത്ഭുതപ്പെട്ടു. രാധികയും രാജേഷും ആ സന്തോഷത്തിൽ അദ്ദേഹത്തോടൊപ്പം പങ്കുചേർന്നു. അവർക്ക് അദ്ദേഹത്തിന് പണം ലഭിച്ചതിൽ യാതൊരു താൽപ്പര്യവുമില്ലായിരുന്നു. പകരം അദ്ദേഹത്തിന് ലഭിച്ച ആശ്വാസത്തിലായിരുന്നു അവരുടെ ശ്രദ്ധ. സമ്പത്തിന്റെ വാർത്ത വിവേകിനെ ഒരു മിന്നൽ പോലെ പിടിച്ചുകുലുക്കി. ആ വാർത്ത കേട്ടപ്പോൾ തന്നെ വിവേകിന്റെ മനസ്സിൽ പണത്തോടുള്ള ആർത്തി ഉടലെടുത്തു. അടുത്ത ദിവസം രാവിലെ തന്നെ വിവേക് തൃശൂരിലേക്ക് യാത്ര തുടങ്ങി. ശ്രീധരൻ നായരുടെ മുറിയിൽ വിവേക് നിറഞ്ഞ പുഞ്ചിരിയോടെ കയറി വന്നു. അച്ഛാ, എന്തിനാണ് നിങ്ങൾ ഇത്രയധികം കഷ്ടപ്പെട്ടത്? എന്നെ വിളിച്ചാൽ പോരായിരുന്നോ? വിവേകിന്റെ ശബ്ദത്തിൽ അച്ഛനോടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പി. ശ്രീധരൻ നായർ വിവേകിന്റെ പെട്ടെന്നുള്ള സ്വഭാവമാറ്റം കണ്ട് അത്ഭുതപ്പെട്ടു. അച്ഛനെ ഞാൻ ഇപ്പോൾ തന്നെ കൊച്ചിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ്. ഇനിയങ്ങോട്ട് അച്ഛനെ ഞാൻ എന്റെ സ്വന്തം അച്ഛനെപ്പോലെ നോക്കിക്കൊള്ളാം. വിവേകിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീധരൻ നായരുടെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിന്റെ ആശ്വാസ കണ്ണുനീർ കണ്ടപ്പോൾ രാധികയുടെയും രാജേഷിന്റെയും മനസ്സിൽ ഒരു മുള്ളുപോലെ കുത്തി. കൊച്ചിയിലെത്തിയതിനു ശേഷം ആദ്യത്തെ കുറച്ചു ദിവസങ്ങളിൽ വിവേകും അനുപമയും ശ്രീധരൻ നായരെ നന്നായി പരിപാലിച്ചു. രാവിലത്തെ ചായ, ഉച്ചയ്ക്കത്തെ ഭക്ഷണം, എല്ലാ നേരത്തെ മരുന്രാത്രി കഥകൾ പറഞ്ഞുറക്കുക, ഇതെല്ലാം അവർ കൃത്യമായി ചെയ്തു. അവരുടെ യഥാർത്ഥ ലക്ഷ്യം അദ്ദേഹത്തിന്റെ സ്വത്ത് സ്വന്തമാക്കുക എന്നതായിരുന്നു. ശ്രീധരൻ നായർക്ക് തന്റെ മകളുടെയും മരുമകന്റെയും ആഗ്രഹം മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടിവന്നില്ല. ഒരു ദിവസം വിവേക് ഒരു വലിയ വീടിന്റെ പത്രപരസ്യം അദ്ദേഹത്തെ കാണിച്ചു. പനമ്പിള്ളി നഗറിൽ ഒരു പുതിയ വീട് വാങ്ങാൻ അവർക്ക് ആഗ്രഹമുണ്ടെന്ന് വിവേക് പറഞ്ഞു. ശ്രീധരൻ നായർക്ക് കാര്യങ്ങൾ മനസ്സിലായി. തന്റെ സ്ഥലം വിറ്റുകിട്ടിയ പണം അവർക്ക് നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു.
അവർക്ക് ആ പണം കൊണ്ട് ഒരു വലിയ വീട് വാങ്ങാമെന്നും തനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ആ പണം കൊണ്ട് അവർ പനമ്പിള്ളി നഗറിൽ വലിയ വീട് വാങ്ങിയാഡംബര ജീവിതം തുടങ്ങി. പഴയ ഫ്ളാറ്റിലെ ജീവിതം അവർ മറന്നു. ഇനി അവർക്ക് ലക്ഷ്യം ലക്ഷങ്ങളാണ്. പുതിയ കാറുകൾ, പുതിയ യാത്രകൾ, പുതിയ ജീവിതം. പുതിയ വീട്ടിലേക്ക് മാറിയതോടെ ശ്രീധരൻ നായർ വീണ്ടും അവഗണിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവർക്കൊരു ഭാരമായി മാറി. രാവിലെ എഴുന്നേറ്റാൽ ആഹാരം പോലും കൃത്യമായി നൽകാതെയായി. ഒരു ദിവസം ശ്രീധരൻ നായർക്ക് ശ്വാസം മുട്ടൽ രൂക്ഷമായി. മോനെ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, മരുന്ന് തരൂ, അദ്ദേഹം വിവേകിനോട് പറഞ്ഞു. നിങ്ങളുടെ മരുന്ന് എവിടെയാണ് വെച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ വിവേക് അദ്ദേഹത്തെ അവഗണിച്ച് വേഗത്തിൽ നടന്നു. അനുപമ ഫോണിൽ സംസാരിച്ച് ഒരു മൂലയിൽ നിന്നു. രാധികയും രാജേഷും ഈ വിവരമറിഞ്ഞ് വേഗത്തിലെത്തി അദ്ദേഹത്തെ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി. അപ്പോഴേക്കും ശ്രീധരൻ നായർ ബോധരഹിതനായിരുന്നു. ഡോക്ടർമാർ അദ്ദേഹത്തെ വേഗത്തിൽ പരിചരിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ശ്രീധരൻ നായർക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സത്യം മനസ്സിലായി. തന്റെ മകൾക്കും മരുമകനും സ്നേഹത്തേക്കാൾ വലുത് പണമാണ്. രാധികയും രാജേഷുമാണ് തന്റെ യഥാർത്ഥ ബന്ധുക്കൾ. ഒരു ദിവസം വിവേക് വീണ്ടും ശ്രീധരൻ നായരുടെ മുറിയിൽ കയറി വന്നു. അച്ഛാ, ഞങ്ങൾക്കൊരു പുതിയ വീട് വാങ്ങാൻ ഒരാഗ്രഹമുണ്ട്, വിവേക് പറഞ്ഞു. നിങ്ങളുടെ പേരിൽ ആ വീട് വാങ്ങി ഞങ്ങൾ എല്ലാവരും അതിൽ ഒരുമിച്ച് താമസിക്കാം. ശ്രീധരൻ നായർ വിവേകിനെ നോക്കി പുഞ്ചിരിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ദേഷ്യത്തിനു പകരം സമാധാനമായിരുന്നു. അദ്ദേഹം വിവേകിനോട് ഒരു രഹസ്യം പറഞ്ഞു. എന്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം 2 കോടി രൂപ ബാക്കിയുണ്ട്. ആ പണം ഉപയോഗിച്ച് ഒരു വീട് വാങ്ങാം. വിവേകും അനുപമയും ഈ വാർത്ത കേട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവർക്ക് പനമ്പിള്ളി നഗറിലെ വീടിനേക്കാൾ വലിയ വീട് സ്വന്തമാക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നു. അവർ ശ്രീധരൻ നായരെയും കൂട്ടി ഒരു പുതിയ വീട് വാങ്ങി. അതിനിടയിൽ ശ്രീധരൻ നായർ രാധികയെ തന്റെ വളർത്തുമകളായി അംഗീകരിച്ചു. ഒരു ദിവസം വിവേകിനും അനുപമയ്ക്കും അറിയാതെ ശ്രീധരൻ നായർ തന്റെ മുഴുവൻ സ്വത്തുക്കളും രാധികയ്ക്ക് നൽകാൻ ഒരു വിൽപ്പത്രം തയ്യാറാക്കി. വിൽപ്പത്രത്തിൽ അദ്ദേഹം ഒപ്പിട്ട ശേഷം പുഞ്ചിരിയോടെ രാധികയോട് പറഞ്ഞു, മോളെ, പണത്തേക്കാൾ വലുത് സ്നേഹവും കരുതലും നൽകുന്ന ബന്ധങ്ങളാണ്. അന്ന് രാത്രി ഒരു കൊടുങ്കാറ്റിൽ ഒരു മരക്കൊമ്പ് അവരുടെ പുതിയ വീടിന്റെ മുകളിൽ വീണു. വീടിന്റെ മുൻവശം തകർന്നു. ആ സമയത്താണ് 1 കോടി രൂപയുടെ ബാങ്ക് ബാലൻസ് കാണാനില്ലെന്നും ശ്രീധരൻ നായർ വീട് വാങ്ങിയത് അദ്ദേഹത്തിന്റെ പേരിൽ അല്ല, മറിച്ച് രാധികയുടെ പേരിലാണെന്നും അവർക്ക് മനസ്സിലായത്. വിവേകും അനുപമയും ഞെട്ടിപ്പോയി. ഇതെല്ലാം കണ്ടപ്പോൾ ശ്രീധരൻ നായർ രാധികയുടെ കൈ പിടിച്ചു. ഇതിനൊക്കെ കാരണം പണത്തോടുള്ള ആർത്തിയാണ്. അത് ഈ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കുന്നില്ല. അവർക്ക് പണം നഷ്ടപ്പെട്ടു. എന്നാൽ അവർ നഷ്ടപ്പെടുത്തിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമാണ്. ഇതെല്ലാം കേട്ട് വിവേകും അനുപമയും തലകുനിച്ചു. അവർക്ക് ഇപ്പോൾ മനസ്സിലായി അവർക്ക് പണത്തേക്കാൾ വലുത് എന്താണ് നഷ്ടപ്പെട്ടതെന്ന്.